ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ ഒരു ദിവസത്തിലെ കുറച്ച് കാഴ്ചകളാണ്, എല്ലാം ഒന്നുമില്ല. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് തറവാട്ടിലേക്കാണ് കേട്ടോ. തറവാടെന്ന് പറഞ്ഞാൽ നമുക്ക് തറവാട്ടിലിപ്പോൾ ആരുമില്ല, അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി എന്തൊക്കെയാണ് കാര്യങ്ങൾ, അവിടെ വീട് അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോകുന്നതാണ്. ഞാനൊരു 10-21 കൊല്ലം താമസിച്ച സ്ഥലമാണ്. അപ്പോൾ ഇത് കൂടെ നമ്മൾ ടൗണിൽ നിന്ന് നമ്മൾ ഇറങ്ങി എനിക്ക് തോന്നുന്നു ഒരു 500-600 മീറ്റർ ഉള്ളിലേക്ക് നടക്കണം. കുറച്ച് ഉള്ളിലേക്ക് നടന്നാലേ നമുക്ക് വീട്ടിലേക്ക് വണ്ടി പോകത്തില്ല. അപ്പോൾ ഫുള്ള് അവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കൃഷിയുള്ളത് കഴുങ്ങും വാഴയാണ് കേട്ടോ നമ്മുടെ. ഇപ്പോൾ ഇതാ കാണുന്നില്ല ഒരു നീല കളർ അങ്ങ് അറ്റത്ത് കുന്നിൻ്റെ മേലെ, അവിടെയാണ് നമ്മുടെ വീട്. അപ്പോൾ നമ്മൾ അവിടം വരെ നടക്കണം കേട്ടോ. പക്ഷെ നടക്കുമ്പോഴും ഒരു സമാധാനം കേട്ടോ. അവിടെയൊക്കെ കണ്ടു കഴിയുമ്പം ഒരു പീസാണ് മനസ്സിന്, ഒരു തണുപ്പും ഒരു കുളിർമയും പിന്നെ നമ്മുടെ മെമ്മറിയും. നമ്മൾ ഇത്രയും വർഷം ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇതിലേക്ക് നടന്നു. എനിക്ക് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പേടിയാണ് കേട്ടോ. ഇഷ്ടത്തിന് അത്യാവശ്യം നല്ല പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊന്നുമില്ല, പണ്ടൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ വീട് എന്ന് പറയണത്, തറവാട്. ഇവിടുത്തെ ഒരു മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു, നമുക്ക് കണ്ണില്ലാത്തപ്പോഴില്ലേ കണ്ണിൻ്റെ വില എന്ന് അറിയാമെന്ന് പറയുന്ന പോലെ, ഇവിടെ നിന്ന് ആ റേഷനരിയും കൂട്ടി ഒരു ചോറും തിന്ന് ഒരു കട്ടൻ ചായം കുടിക്കുന്നുള്ള വൈബ് അത് വേറെയാണ് ഗൈസ്. ഞാൻ എൻ്റെ 10-21 വർഷം നിന്ന സ്ഥലമാണ്. പക്ഷെ ഇവിടെ കിട്ടുന്ന സുഖം വേറെ എവിടെയും കിട്ടില്ല. കോടോ അപ്പം ഇനി നമ്മൾ നൈസായിട്ട് മെല്ലെ പോവാട്ടോ. അവിടെ ഏതോ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഏതാണോ ആ ചേട്ടൻ, ഞാൻ മറന്നുപോയി കാശ്. എന്തൊക്കെ സാധനങ്ങൾ വെറുതെ എടുക്കല്ലേന്ന്. ഹായ് ഹായ്, ഞങ്ങളുടെ വീട് കണ്ടോ ഗായ്സ്? ഇത്രയും നേരത്തിൽ ഒരു വാഴക്കൊല പറിക്കാൻ വേണ്ടിട്ട് 2 പേര് കാണണം, എല്ലാരും കാണണം. വാഴക്കൊലേന്റെ നീളം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ, നല്ല ഉരുളിമയുള്ള നല്ല പൂവനല്ല പേട. ഇത് വഴുക്കുമാർ 2 സെൻട്രൽ ബേക്കറി കൊടുക്കും. മമ്മി അത് വിട്ടില്ല അല്ലേ? അപ്പോൾ കണ്ടോ, അപ്പോൾ കിട്ടിയ കൊലയും കൊണ്ട് നമ്മൾ നൈസായിട്ട് വീട്ടിൽ പോകണം. നമ്മൾ എപ്പോൾ ഇവിടെ വന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിട്ടോ തിന്നാൻ. പറമ്പത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുത്തിട്ടാണ് വീട്ടിൽ പോവുക. അപ്പോൾ നൈസായിട്ട് നമ്മൾ ഇനി വീട്ടിൽ പോയിട്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് കുക്കിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടിട്ട് കുക്ക് ചെയ്യുന്ന ആദ്യത്തെ ആൾ ഞാനായിരിക്കും. അല്ലേ? ഇല്ല, ഇഷ്ടത്തിന് ആൾക്കാരുണ്ടാവും. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇല്ല, വോയിസ് ഓവറൊക്കെ നമുക്ക് സെപ്പറേറ്റ് കൊടുക്കണേ നല്ലതല്ലേ? കാരണം നമ്മൾ കിടന്ന് ഉണ്ടാക്കണത് സെപ്പറേറ്റ് കൊടുക്കണതായിരിക്കും നല്ലത്. അതിന് നമ്മൾ കിടന്ന് പറയണ തെണ്ടിത്തരുന്ന എല്ലാരും കാണണ്ട. അല്ല കാണല്ല, ഇവിടെ ഇപ്പൊ ഞാനല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല. പക്ഷെ വേറെ പുറത്തുനിന്ന് സൗണ്ട് വന്നാൽ ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ ഉണ്ടായിരുന്നോളാ, ബാക്കിയുള്ള കാര്യം. നമ്മുടെ അടുക്കളന്റെ കോലം കണ്ട പറ്റ തള്ള സൈക്കിൾ തോന്നുന്നു. ചിലപ്പോ വേണമെങ്കിൽ നീ അത് ഇളക്കി ഒന്ന് മൂന്ന് വെച്ചോണ്ട് ആക്ച്വലി കുരുമുളക് പൊടി ഇരിക്കും വേണമായിരുന്നു. ഞാൻ എല്ലാം ഇനക്കിനിട്ട്. അയ്യോ തീർന്നോ? നീ പൊടിക്കണം. കുരുമുളക് ചേട്ടൻ്റെ അടുത്ത് ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ അത് പറഞ്ഞു, അത് കുറച്ചൊന്നിട്ട് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്കിടാം. ക്രഷ് ചെയ്യണം. മമ്മി നോക്കിക്കോ, മമ്മീൻ്റെ ലോങ് വീഡിയോ ആണ്. അല്ല മമ്മീൻ്റെ ഇനി മമ്മീന് ഇങ്ങനെ കാണണമെങ്കിൽ ഞാൻ ഇതിലിരുന്ന് നോക്കേണ്ടി വരുമായിരിക്കും. ഇത് ആദ്യമേ ബുദ്ധിപരമായിട്ട് ചെയ്യാൻ ഞാൻ പൊന്നേൻ്റെ കൂടെയുള്ള എന്തോ ഒരു വീഡിയോ ഇടായിരുന്നില്ലേ? അല്ലെങ്കിൽ എനിക്ക് എല്ലാം തൂറാൻ നേരത്തെ പറമ്പൻ ഇഷ്ടമുള്ളൂ. ഇതൊക്കെ നീ വീഡിയോ ആയിട്ടുള്ള കാണും. ഞാൻ നീ ഇതൊക്കെ കളയും. ഇതൊക്കെ ഞാൻ കളയും. തൂറാൻ നേരത്തെ എന്നൊക്കെ പറഞ്ഞു വെച്ചു. അത് നമ്മൾ വീഡിയോ പറയല മമ്മിയെ കാണാനില്ല. എനിക്ക് തടി കുറഞ്ഞു, എന്നെ എല്ലാവരും കണ്ടിട്ട് തടി കുറഞ്ഞു പറഞ്ഞു. ഞാൻ തള്ളയും മമ്മി മോളും ആയില്ലേ? ഇതെന്ത് പൊറാട്ട ആൻഡ് മീൻ കറി, ഉണക്കമീൻ വാർത്തത്. നമ്മുടെ സാധനം എന്ത്? ഇതിന്റെ അടിയിൽ മറ്റേ സാധനമില്ലേ? നീ വറുത്തതുണ്ട് കേട്ടോ. ഉണക്കമത്തി വറുത്തതും പച്ചമത്തി ഇലയില് വറുത്തതും അല്ലാതെ ചട്ടിയിൽ വറുത്തതും.
മെയിൻ ഐറ്റം മോദി കേക്കണ്ട, ബീഫ് ഫ്രൈ. ഇത് എൻ്റെ അധ്വാനത്തിന്റെ ഫലമാണ് ഗായ്സ്. ചോറ് അങ്ങനെ ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം മമ്മി ഒരു പൊറോട്ട കഴിക്കുന്നുണ്ട്. അപ്പം മമ്മീൻ്റെ ഇത് നൈസായിട്ട് കൈയിട്ട് വരി. വേറെ ഒന്നും കൊണ്ടല്ല, കൈ കഴുകാൻ മടിച്ചിട്ടാണ്, അതാണ് സത്യം. അപ്പം നൈസായിട്ട് മമ്മി വാരി തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കുറച്ച്, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യം മമ്മി പോകാനുള്ള ടൈമായി. അപ്പം മമ്മിക്ക് തിന്നാൻ കുറച്ച് കൊതിയുള്ള സാധനങ്ങളൊക്കെ മമ്മി ലിസ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതാണ്. കുറച്ച് ബീഫ് ഉണ്ടാക്കി, പിന്നെ വാഴയിലയിൽ പൊള്ളിച്ച് മത്തി വേണം എന്ന് പറഞ്ഞു. പച്ചക്കാന്താരി ഇട്ടിട്ട് അത് അരച്ച് ചെയ്യാൻ പറഞ്ഞു. പച്ചക്കുരുമുളകും കാന്താരി ഇട്ടിട്ട് അതൊക്കെ സെറ്റാക്കി കൊടുത്ത് അതൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം നമ്മൾ അങ്ങനെ അവസാനിപ്പിച്ചു. ആക്ച്വലി ഇന്നൊരു സൺഡേ ആയിരുന്നു. അപ്പം നമ്മുടെ സൺഡേ അങ്ങനെ കഴിഞ്ഞു ഗൈസ്. ഇത് വലിയൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തൊന്നുമില്ല. എന്നാലും നമ്മൾ രാവിലെ ചെയ്ത കാര്യങ്ങൾ, വെറുതെ രാവിലെ എണീറ്റ് പല്ലേച്ച് ചായ അടിച്ചു എന്നുള്ള പരിപാടി അല്ലാണ്ട് എന്തോ നമ്മൾ പുറത്തേക്ക് പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചാണ്. ഞാൻ ഉണ്ടാക്കിയ ഫുഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പേടിച്ചിട്ടാണ് തോന്നുന്നു എല്ലാവരും കഴിക്കുന്നുണ്ട്, ആർക്കും കുഴപ്പമില്ല, എല്ലാവരും പറഞ്ഞു നല്ലതാണ്. അത് ഞാൻ പറഞ്ഞതല്ല, പേടിച്ചിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ നാളെ ഫുഡ് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.